ACVയുടെ മാന്യ പ്രേക്ഷകർക്ക് റംസാൻ ദിന ആശംസകൾ. സഹനത്തിന്റെയും വ്രതശുദ്ധിയുടെയും നാളുകൾക്കൊടുവിൽ ഇന്ന് പുണ്യ റംസാൻ. റംസാൻ ദിനത്തിൽ നമ്മൾ ധാരാളം രുചിക്കൂട്ടുകൾ പരീക്ഷിക്കാറുണ്ട്. അതിൽ ഒരു വിഭവത്തിന്റെ രഹസ്യം പറഞ്ഞു തരുന്നതിനായി നമുക്കൊരു ഫാമിലി തയ്യാറായി നിൽപ്പുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. തലശ്ശേരി ബിരിയാണിയുടെ രുചിക്കൂട്ട് നമുക്ക് ഇന്ന് നസ്രീൻ ചേച്ചിയും മൗഷ്മി ചേച്ചിയും കൂടെ പരിചയപ്പെടുത്തി തരും. ആദ്യമായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. കഴമേരി ഓൾമോസ്റ്റ് 1 kg, ചിക്കൻ 1 kg, ഓണിയൻ 1 kg. തന്നെ ഇത് നമുക്ക് വറുക്കാനും മസാല ഉണ്ടാക്കാനും രണ്ടിനും കൂടെയാണ്. പിന്നെ ലെമൺ ജ്യൂസ് ആക്കി എടുക്കണം. ഒരു ലെമൺ ചില്ലി ചതച്ചെടുക്കണം. പുതിന, സോൾട്ട്, കാഷ്യൂ ഫ്രൈ ചെയ്തതാണ് ഡെക്കറേഷന് വേണ്ടി. ഗാർലിക് പേസ്റ്റ്, ഗാർലിക് ചതച്ചതാണ്. കൊറിയൻഡർ, പെരുംജീരകത്തിന് പൊടിച്ചെടുത്തത്, ജിഞ്ചർ ചതച്ചെടുത്ത്, മഞ്ഞൾപ്പൊടി, തക്കാളി, മസാല, സ്പൈസസ്. ഇത് പൊടിച്ചത് തന്നെ പൊടിച്ചെടുത്താണ്. അതിനകത്തുള്ളത് ഏതൊക്കെയാണ്? പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതി. ഓയിൽ, ഗീ. ഗീയിലാണല്ലോ കൂടുതലും ടേസ്റ്റ് ഉണ്ടാക്കിയത്. എല്ലാം തലശ്ശേരിക്കാര് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ ഗീയിലാണ് കൂടുതലും. വെറും ഗീയില് മാത്രമേ ഉണ്ടാക്കുന്നത്. ഓയിൽ യൂസ് ചെയ്ത് വളരെ കുറവാണ്. നെയ്യ് തന്നെയാണ് ഉള്ളി പൊരിക്കുന്നത്, ഉള്ളി ഫ്രൈ ചെയ്യുന്നത് എല്ലാം നെയ്ക്കകത്ത് തന്നെയാണ്. ഉള്ളി പൊരിക്കാൻ ഓയിൽ ഉപയോഗിക്കും. ഉള്ളി പൊരിക്കാൻ മാത്രം ഓയിൽ. ഗീ റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം എങ്ങനെയാ തുടക്കം? ആദ്യം ഈ സവാളയിൽ 1/4 ഭാഗം എടുത്തിട്ട് നല്ല ബ്രൗണിഷ് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. പിന്നെ കാഷ്യൂ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത കാഷ്യൂ അത് മാറ്റി വെക്കുക. പിന്നെ ആ ഓയിലിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ഗീ ആഡ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള 3/4 സവാള അതിലിടുക. നല്ലവണ്ണം വഴറ്റുക. ഗീയിൽ തന്നെ ഇട്ട് വഴറ്റുക. ഗീയും ഓയിൽ മിക്സ്ഡ് ആണ് ഇപ്പം. അത് നല്ലവണ്ണം വഴറ്റുക. പുതിന ആഡ് ചെയ്യണം. നല്ലവണ്ണം വഴറ്റുക. നല്ല ബ്രൗണിഷ് കളറായാൽ ജിഞ്ചർ പേസ്റ്റ്, പിന്നെ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ, ചില്ലി ഒക്കെ ആഡ് ചെയ്ത് ചില്ലി ചതച്ചതോടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒന്ന് നല്ലോണം ആയാൽ ചിക്കൻ ആഡ് ചെയ്യുക. മൂടി വെക്കുക. ഒരു ചിക്കൻ ബോയിൽ ആവുന്നവരെ മൂടി വെക്കുക. ചിക്കൻ വല്ലാതെ കുക്കാകരുത് ആവശ്യമില്ല. കാരണം പിന്നെ നമുക്ക് ദം ഇടുമ്പോഴേക്ക് ചിക്കൻ ആയിട്ട് ഇപ്പൊ വല്ലാതെ കുക്കായാല് ഉടഞ്ഞു പോകും. പിന്നെ അതിന്റെ ടേസ്റ്റും നമ്മൾ ഇഷ്ടപ്പെടും. പിന്നെ അത് കഴിഞ്ഞ് അതങ്ങനെ ചിക്കൻ അവിടെ ഒരു പാത്രത്തിലാക്കി വെക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയ്ച്ചോറ് വെക്കുക എന്നുള്ളത്. നെയ്ച്ചോറ് ഇതുപോലെ തന്നെ ഗീയിലാണ് നമ്മൾ വെക്കാറ്. ചിലവർ ഓയിൽ ഉപയോഗിക്കും. അപ്പൊ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് ഇത് എല്ലാ സ്പൈസസും പൊടി ഇടുന്നില്ല, അതിട്ട് അരി നല്ല വറുക്കണം. അരി വറുക്കുന്നതിന് മുമ്പ് ഇതിപ്പം 1.5 കപ്പാണ് എടുത്തതെങ്കിൽ അതിന് ഡബിൾ കപ്പ് വാട്ടർ വെച്ചിട്ട് ബോയിൽ ചെയ്യാൻ. അരി നല്ല വറുന്നതിന് ശേഷം ഈ ബോയിൽ ചെയ്ത ഇതെല്ലാം ഇട്ട് വെക്കണം. ഇത് 2-3 ഇട്ടാൽ ഫ്ലേവേർഡ്. അരി നല്ല വറുന്നതിന് ശേഷം ഈ ബോയിൽ ചെയ്ത വാട്ടർ അതിൽ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് സോൾട്ട് ഇടുക. മുടി ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗീ റൈസ് അവിടെ റെഡിയാണ്. മസാല റെഡിയാണ്. ഇനി അടുത്തത് നമുക്ക് ദമ്മാണ്. അടുത്താണ് ഞങ്ങൾ തലശ്ശേരിയുടെ മെയിൻ ദം എന്ന് പറയുന്നത്. അതിനായിട്ട് പ്രത്യേക പാത്രവും ഒക്കെ കാണും. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത്? ഈ റൈസ് ആദ്യം ആ മസാല ആവുമല്ലോ, അതിന് മേലെ കുറച്ച് ആ ഗീ റൈസ് ഇടുക. ചില ടിപ്സ് ഒക്കെ ചിലവര് ചെയ്യാറുണ്ട്. അതിന്റെ ആ എന്താ പറയാ മസാലയുടെ കുറച്ച് ഗ്രേവി ഉണ്ടാവുമല്ലോ, ചിലവര് ഈ ഇതിൽ ഒഴിക്കും. ഫ്ലേവർ വരാൻ വേണ്ടി കുറച്ച് നെയ്ച്ചോറിന് മാത്രം എടുത്ത് കഴിക്കാൻ. ചിക്കൻ അതിലുണ്ടാവും. ആ വെള്ളം ഇതിന് അത്രയ്ക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിക്കന്റെ വെള്ളം തന്നെ, അരിയുടെ വെള്ളം കുറച്ചിട്ട് പകരം മസാലയുടെ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചാൽ ഗീ റൈസിന് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും.
അപ്പൊ ആ ഗീ റൈസ് മാത്രം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിന്റെ ആ ഫ്ലേവർ വരുമല്ലോ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പൊ അത് വയ്ക്കുകയാണെങ്കിൽ അപ്പൊ ചിക്കന് കൂടുതൽ വെള്ളവും ചേർക്കാൻ പാടില്ല. എല്ലാം കൂടെ ഒരുമിച്ച് അത് ലാസ്റ്റ് എങ്ങനെ വെച്ചാൽ മസാല ആയി കഴിഞ്ഞാൽ ഇനി ഗീ റൈസ് അതിൽ തട്ടാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. മസാല ഏറ്റവും അടിയിലായിരിക്കും. അതിൻ്റെ മേലെ കുറച്ച് ലെമൺ സിറപ്പ് ഇടും, പിന്നെ ലെമൺ ജ്യൂസ് കുറച്ച് ഇടണ്ടു, പിന്നെ കൊറിയാൻഡർ ലീവ്സ് ഓണിയനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ആ കുറച്ച് സ്പ്രെഡ് ചെയ്തിടാം. പിന്നെ ജീര പൗഡർ ആ സമയത്ത് ഇടുന്നുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് ചോറിടാം, ഒരു 1 ലെയർ ഓഫ് റൈസ് ഇടാം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് വീണ്ടും ഇത് ഓണിയൻ ഫ്രൈ ചെയ്തത്, മല്ലിയില, പെരിഞ്ചീരകം പൗഡർ, ലെമൺ സിറപ്പ്, പിന്നെ വീണ്ടും ഇങ്ങനെ മേലെ മേലെ അത് ലെയർഡായിട്ട് വെക്കും. എന്നിട്ടൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ മൂടിയിട്ട് കുറച്ച് വെയിറ്റ് കൊടുത്താലും കുഴപ്പമില്ല. മുകളിലേക്ക് മറ്റേ കനല് അതൊന്നും അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അതൊന്നും ചെയ്യണില്ല. ചിലവര് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ ടിഫിൻ്റെ പാത്രം മൂടി കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിം ആക്കി വെച്ചാൽ തന്നെ 5 മിനിറ്റ്സ് വെച്ചാൽ അത് കറക്റ്റ് മിക്സ് ആയിക്കണം. ഏകദേശം എത്ര സമയം എടുക്കുമായിരിക്കും നമുക്ക് ഓൾമോസ്റ്റ് 5 to 10 മൊത്തത്തിൽ 45 മിനിറ്റ്സ് ആണ്. 45 minutes. അതിനേക്കാൾ ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഏകദേശം ഈ ഒരു പ്രോസസ്സ് ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ്. നമ്മുടെ ഈ തലശ്ശേരി ബിരിയാണി റെഡി ആവുന്നതിനായിട്ട് 45 മിനിറ്റ്സ് എടുക്കും. ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. പ്രശസ്ത പിന്നണി ഗായകൻ അൻവർ സാദത്താണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. പുള്ളിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ആദ്യമായിട്ട് നൊയമ്പിൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളോട്. എന്തായാലും നല്ലൊരു പെരുന്നാളാണ് ചെറിയ പെരുന്നാൾ. ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ അജുവ കാറ്ററിങ്ങിലെ മുജീബിക്കയുടെ ഫാമിലിയിലാണ് ഞാനുള്ളത്. നമ്മുടെ നല്ല നല്ല സുന്ദരന്മാരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും പങ്കെടുപ്പിച്ച ACVയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. പെരുന്നാളെത്തി 30 ദിവസം നോമ്പ് കഴിഞ്ഞു. നോമ്പ് വളരെ എന്താ പറയുക, വിശപ്പ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു. വിശക്കുന്നവരുടെ മനസ്സ് ദുഃഖം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു. അതിലൂടെ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മനസ്സ്, അത് എൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്നത് അതാണ്. ഈ 27ാമത്തെ ദിവസം നോമ്പിൻ്റെ 2 ദിവസം മുന്നേ വരുന്നത് നമ്മുടെ ധനത്തിൽ നിന്നും 2% പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി ഈ നോമ്പിനകത്തുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു വന്നു. നാട്ടിലെ തന്നെ പാവപ്പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ച് ചെറിയ രീതിയിലുള്ള സഹായം ചെയ്യാൻ കഴിഞ്ഞു. കുടുംബക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് എല്ലാ ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ വീടുകളിൽ സന്ദർശിക്കാൻ പറ്റി. അതുപോലെ രോഗബാധിതരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ പല ആളുകളും ക്യാൻസർ പേഷ്യൻസ് വരെ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ക്യാൻസർ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അത് രോഗം ബാധിച്ച ആളുകളെ സന്ദർശിക്കാൻ പറ്റി. ഈ നോമ്പിൻ്റെ ഒരു പുണ്യമാണ്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇങ്ങനത്തെ അസുഖബാധിതരായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുക, അവശത അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളെ കാണുക. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പരിണിത ഫലം അവസാന ഘട്ടമാണ് പെരുന്നാൾ. അതൊരു പുണ്യമാണ്. ഇതുവരെയുള്ള പെരുന്നാളിൽ സാധാരണഗതിയിൽ പെരുന്നാൾ ദിവസം ഞാൻ വീട്ടിലുണ്ടാവാറില്ല. പ്രധാനമായിട്ടും പെരുന്നാൾ സമയം മാത്രം പ്രോഗ്രാം വയ്ക്കുന്ന കുറേയധികം സ്പോൺസേഴ്സ് ഉണ്ട്. അത് പ്രധാനമായിട്ട് ഗൾഫിലൊക്കെയാണ്, UAE അതുപോലെ GCC മൊത്തം പെരുന്നാൾ ദിവസങ്ങൾ സാധാരണ എവിടെയെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഈ പെരുന്നാൾ ഞാൻ വീട്ടിലുണ്ട്. അതൊരു വലിയൊരു വ്യത്യാസമാണ്. മാത്രമല്ല നമ്മുടെ മുജീബിക്കയുടെ കുടുംബമായിട്ട് അജുവ കാറ്ററിങ്ങിലെ കുടുംബമായിട്ടുള്ള ഈ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ ഒരു സന്തോഷം പങ്കിടാനും ഒരു അവസരം കിട്ടി. അതും ഒരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാ പെരുന്നാളിനും വീട്ടിലെല്ലാവരുമായിട്ട് ഒത്തുകൂടാൻ പറ്റാറില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ഭാഗ്യക്കുറി എന്ന് പറയാം. ഒരു ഭാഗ്യക്കുറിയാണ്. കാരണം കലാകാരന്മാരെ പൊതുവെ ഈ പെരുന്നാൾ സമയത്ത് അവർക്കും വീട്ടുകാരെ വളർത്തണം, കുട്ടികളെ വളർത്തണം, അതിന് പ്രോഗ്രാമിന് പോയാലേ പറ്റൂ. ഇപ്പോൾ പാട്ടുകൾ പാടണം, പൈസ വാങ്ങണം, അതൊക്കെ അങ്ങനെയൊക്കെ അവർക്കും അങ്ങനെ ഇതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങളിങ്ങനെ പെരുന്നാളിനൊക്കെ ഒരു 4-5 ഷോ ഒരുമിച്ചായിരിക്കും വരിക പെരുന്നാൾ സമയം. GCC മൊത്തം എപ്പോഴും പെരുന്നാൾ ഷോസ് അങ്ങനെയാണ്. വലിയ പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും, നോമ്പ് പെരുന്നാളായാലും ഹജ്ജ് പെരുന്നാളായാലും ശരി, അങ്ങനെയാണ് പറയുക. വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ, അല്ലാതെ വേറൊരു കൊളോക്കിലായിട്ട് പറയുക നോമ്പ് പെരുന്നാളും ഹജ്ജ് പെരുന്നാളെന്നും പറയും. ഈ പെരുന്നാൾ ദിവസങ്ങളിലാണ് കുറച്ച് പ്രോഗ്രാംസ്, ഒരു 10-12 പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും, 2 പ്രോഗ്രാം. അപ്പം ആ സമയത്ത് അതും നമ്മൾ നോക്കി പോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ഭാഗ്യമുള്ളത്
നാട്ടിലുണ്ട് എന്നുള്ളൊരു ഭാഗ്യം. അപ്പൊ ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പെരുന്നാൾ ഗാനം, പെരുന്നാൾ പാട്ട് പാടാം. റംലാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് മുത്തിയ രാത്രി, ലൈലത്തുൽ ഖദ്ർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. റംലാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് മുത്തിയ രാത്രി, ലൈലത്തുൽ ഖദ്ർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. വളരെ നല്ല. റംലാന്റെ പാട്ടാണ്. റംലാൻ എന്നാ പറയുക, ആ റംസാൻ എന്നാണെങ്കിലും റമലാൻ എന്നാണ് എൻ്റെ കറക്റ്റ് എൻ്റെ ഉച്ചാരണം. പെരുന്നാളൊക്കെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു പാട്ട് നമ്മുടെ 1921 1921 എന്ന സിനിമയിൽ നമ്മുടെ മമ്മൂക്ക പാടി വരുന്നൊരു പാട്ടുണ്ട്. കാരുണ്യക്കതിർവീശി റംസാൻ പിറതെളിയുമ്പോൾ കനവുകളിൽ കനിവിൻ്റെ കുളിരൂറിടുന്നിതാ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള പാട്ടാണ്. ആ സമയത്ത് മണ്ണിൽ ഫിലിംസ് അവർ എടുത്ത ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയൊക്കെ നമ്മൾ കണ്ട ആ സമയത്ത് പെരുന്നാൾ സിനിമയിൽ വരുന്ന പെരുന്നാൾ പാട്ടുകൾ കുറേയധികം പാട്ടുകൾ, അതിൽ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടായിരുന്നു. സിനിമയിൽ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പെരുന്നാൾ ഗാനം? സിനിമയിൽ പാടിയിട്ടുള്ള പെരുന്നാൾ പാട്ട്, പെരുന്നാൾ പാട്ടല്ല, കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. നല്ല പെരുന്നാൾ ഇതുമായിട്ട് സോങ്സ് പാടിയിട്ടില്ല. പെരുന്നാൾ സോങ് പെട്ടെന്നൊരു മാപ്പിളപ്പാട്ട് സ്റ്റൈലിലുള്ള പാട്ട് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. പഴയ ഒരു മാപ്പിളപ്പാട്ട് ഈ ഇടയ്ക്ക് വന്നൊരു പറയാൻ ബാക്കി വെച്ചതെന്ന സിനിമയിൽ ഞാൻ പാടിയിരുന്നു. അത് അതിൻ്റെ മാപ്പിളപ്പാട്ട് വെർഷൻ വന്നിട്ടുണ്ട്, പുതിയ ടൈപ്പിൽ വരികളൊക്കെ ഉൾക്കൊള്ളിച്ച് അതിൻ്റെ മാപ്പിളപ്പാട്ട് വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ വരികൾ അതേപടി എടുത്ത് ആ പാട്ട് വന്നിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് നല്ലൊരു പാട്ട്. അരിപ്പോ തിരിപ്പോ തോട്ടിലെ മങ്ക, എല്ലാ മീനും തുള്ളി വരുമ്പോൾ അക്കര നിക്കണ കൊത്തി പ്രാവിൻ്റെ കയ്യോ കാലോ ഒന്നോ രണ്ടോ ചെത്തിക്കൊത്തി മടവാ. അരിപ്പോ തിരിപ്പോ തോട്ടിലെ മങ്ക, എല്ലാ മീനും തുള്ളി വരുമ്പോൾ അക്കര നിക്കണ കൊത്തി പ്രാവിൻ്റെ കയ്യോ കാലോ ഒന്നോ രണ്ടോ ചെത്തിക്കൊത്തി മടവാ, ചെത്തിക്കൊത്തി മടവാ. ഇത് പഴയ വരികളാണ്. ഇതിൻ്റെ പുതിയ വെർഷനിൽ പുതിയ വരികളൊക്കെ ഉൾക്കൊള്ളിച്ച് പാട്ട് വന്നിട്ടുണ്ട്. അതും നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ട്. ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ലേ ഈ പാട്ട്? നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുമോ? അപ്പോൾ ഒരാൾ മാത്രം പാടണ്ട. അരിപ്പോ വെർഷൻ പുതിയ വന്ന വെർഷൻ പാട് മതി, അറിയുന്നത് പഠിക്കും. അരിപ്പോ തിരിപ്പോ കോകള മംഗള അരിപ്പോ 12 കുതിരയും തെക്കിട്ട് വടക്കിട്ട് പൈനാപ്പള്ളി എന്തിനു പോയി അവളെ അരക്കല ചരക്കല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ തുമ്പപ്പൂവിൻ ചോറുണ്ടാക്കി കുമ്പള മാസക്കറിയുണ്ടാക്കി ഉമ്മാക്കു പകുതി ഉപ്പാക്കു പകുതി എന്നു പറഞ്ഞോര് പണ്ട് കൊട്ടിയ ചിരട്ടയിൽ ചോറുണ്ടാക്കി തീറ്റിച്ചോളേ. ഇത് ഇങ്ങനത്തെ പാട്ടുകൾ ഇപ്പൊ ഇങ്ങനത്തെ പാട്ടുകളാണ് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. മലബാറിലെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ അതൊക്കെ അല്ലേ? തുമ്പപ്പൂവും മറ്റേ ചോറുണ്ടാക്കണമൊക്കെ നമുക്ക് നമ്മുടെ പോലത്തെ വിഷയം അതാണല്ലേ. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഇത്ര നാളും 30 ദിവസം വിശപ്പൊക്കെ അറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പരിസമാപ്തിന് നല്ല ഫുഡ് കഴിച്ച് അത് സന്തോഷിക്കുന്ന ഒരു ഇതാണ്. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ അവിടെ എല്ലാവരും ഭക്ഷണത്തിൻ്റെ പാട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മലബാറുകാരാ. അവിടുത്തെ കഴിക്കുന്ന ഫുഡ് പോലെ തന്നെയാണ് അവിടുത്തെ പാട്ടും ഭക്ഷണത്തിന്റെ പാട്ടും. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോൻ പഠിക്കാം. പാട്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം
അറയിൽ ചുമന്ന് വരുന്നമ്മായി. ഇത് ഈ ദിവസം പാടുവോ എല്ലാരും കൂടെ? ഇതൊക്കെ മലബാറില് ഇങ്ങനെ ഈ മെഹ്ഫിൽ പോലെ ഒക്കെ കൂടാറുണ്ട്. മെഹ്ഫിൽ പാട്ട് വെച്ച് കൂടുന്ന സമ്പ്രദായമുണ്ട്. അല്ലാതെ കൂടുന്ന സമയങ്ങളിലും ഇങ്ങനെ മെഹ്ഫിൽ പോലെ കൂടുന്ന സമയങ്ങളിലൊക്കെ ഇത്തരം പാട്ടുകളൊക്കെ പാടാറുണ്ട്. ഫാമിലിയിൽ അതൊരു വിഷയമല്ല, അവർക്ക് അതൊരു അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, കൾച്ചറിന്റെ ഭാഗമാണ്. ഇവിടെ കപ്പപ്പാട്ട്, പിന്നെ സബീന പാട്ട്, അങ്ങനെ പാട്ടിൽ തന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ആഹാരത്തിലെ വിഭവങ്ങൾ പോലെ തന്നെ പാട്ടും വിഭവ സമൃദ്ധമാണ് മാപ്പിളപ്പാട്ട് മേഖല. പുതിയ അവസാനം പാടിയത് ഉത്സാഹ കമ്മിറ്റിയിൽ പാടിയിരുന്നു. ഞാൻ അക്കു അക്ബറിന്റെ സിനിമയിൽ ബിജി ബാലായിരുന്നു എൻ്റെ. വെണ്ണിലാവിൻ വെള്ളിക്കിളികൾ തിരിവയ്ക്കും തീരത്തകലെ ഒരു കാണാ തീരം തേടി പോകണ്ടേ, നല്ലോണം പൊന്നും മിന്നും വാരി ചൂടണ്ടേ. ഇതാക്കൂൻ്റെ സിനിമ. പുതിയ പ്രോജക്റ്റ്. അത് കഴിഞ്ഞ് ഗുണ്ട എന്നൊരു സിനിമ പടത്തിന്. സിനിമയുടെ പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട. പഴയ കുറെ നടന്മാരുടെ, സീനിയറായിട്ടുള്ള കുറെ നടന്മാരുടെ മക്കള്, അടുത്ത തലമുറയിലുള്ള കുറെ പിള്ളേർ അഭിനയിക്കുന്ന സിനിമയാണ്. അതിൽ പാടിയിട്ടുണ്ട്. ഇനി 2-3 പടം ഡബ് സിനിമകൾ, ഒരു 3-4 സിനിമ വരാനുണ്ട്. അല്ലു അർജുൻ അവരുടെ കുറെ സിനിമകൾ, അങ്ങനെ കുറേയധികം പടങ്ങളുണ്ട്. നമ്മുടെ ബിരിയാണി എന്തായാലും നോക്കാം. എന്തായാലും ബിരിയാണിയുടെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല മണം. ദം ബിരിയാണിയാണെന്ന് തോന്നുന്നു. മണം കേട്ട് മണം അനുഭവിച്ചിട്ട് അങ്ങനെ ആണോ? കഴിച്ച ശീലമാണ് കണ്ടുപിടിച്ച്. എന്തായാലും നമ്മുടെ അജിവ കാറ്ററിംഗിലെ മുജീബിക്കയുടെ ഫാമിലി കുടുംബം ACBക്ക് സമ്മാനിച്ച തലശ്ശേരി ദം ബിരിയാണി റെഡിയാണ്. എന്തായാലും ഈ പെരുന്നാൾ ദിനത്തിൽ, ഈ റംസാൻ ദിനത്തിൽ, 2014 ഈ റംസാൻ ദിനത്തിൽ നമ്മളെല്ലാം ഇനിയിപ്പം പോകുന്നത് ഈ ദം ബിരിയാണി കഴിക്കുക എന്ന കർമ്മത്തിലേക്കാണ്. പ്ലേറ്റ് റെഡിയാണ്, നമ്മുടെ ഡേറ്റ്സ് വെച്ചുള്ള പിക്കിൾ റെഡിയാണ്, സലാഡ് റെഡിയാണ്, സെപ്പറേറ്റ് മസാല റെഡിയാണ്, ബിരിയാണി ദമ്മ് വെച്ച ബിരിയാണി റെഡിയാണ്. ഇനിയിപ്പോൾ കഴിക്കാന്നുള്ള കർമ്മത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായി നമ്മുടെ ACBയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അൻവറിന് ഞങ്ങളുടെ ACB പ്രേക്ഷകരുടെയും കുടുംബത്തിൻ്റെയും മുജീബുക്കാരുടെ കുടുംബത്തിൻ്റെയും കൂടെ സ്നേഹാശം. എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ.